എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എന്ത് കൂട്ടാൻ വെക്കുമെന്ന് ആലോചിച്ചിട്ടുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. ഇന്ന് മീൻ മേടിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ റോഡ് പണി കാരണം മീൻകാരൻ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കാം, മീൻകറി പോലത്തേന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഉണ്ട് നാളേരില്ല. എന്നാൽ പിന്നെ മാങ്ങക്കറി തന്നെ ഉണ്ടാക്കാം. നാളേരില്ലെങ്കിലും നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കണ മാങ്ങക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക് ഇടുക. പിന്നെ നമുക്കതിലേക്ക് ഒരു നുള്ളു ഉലുവയും പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് വേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇടാൻ പാടുള്ളൂ. മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ മാങ്ങ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വറ്റി നമ്മുടെ കറി പാകമായിട്ട് വരുമ്പോഴുണ്ടല്ലോ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള മാങ്ങക്കറി റെഡി ആവും കേട്ടോ. വളരെ എളുപ്പമാണ്, നമുക്ക് ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സിമ്പിളായിട്ടുള്ള മാങ്ങക്കറിയാണ് കേട്ടോ. 2 ദിവസം വേണമെങ്കിൽ കേടാവാതിരിക്കും. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് മാങ്ങക്കറി ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, കാബേജ് തോരനുണ്ട് കേട്ടോ. പിന്നെ നേട്ടം വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് സ്പെഷ്യലൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മുടെ അവിടെ നിന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡ് പണിയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടനുണ്ടല്ലോ, അപ്പോൾ എന്തായാലും നമ്മളുടെ ഫ്രണ്ട് ഏരിയ ഒന്ന് ടാർ ചെയ്യിക്കാമെന്ന് പെട്ടെന്ന് തന്നെ എടുത്തൊരു തീരുമാനത്തിൽ അങ്ങനെ ടാർ ചെയ്യാണ് കേട്ടോ. റോഡ് പണിക്കാർ ആദ്യം നമ്മളുടെ റോഡൊക്കെ ടാറടിച്ച് പോയതാണ് കേട്ടോ. പിന്നീടാണ് നമ്മളുടെ അവിടേക്ക് ബേക്കടിച്ച് വന്നിട്ട് പിന്നെ അവർ ടാർ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ ടാറടിക്കണത് കേട്ടോ. ഞങ്ങൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്, ഇവിടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പോൾ എന്തായാലും ടാറിടാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ റോഡ് ടാറിങ് ചെയ്യണ കൂട്ടത്തിൽ നമ്മുടെ കയറ്റം കൂടെ അങ്ങ് ടാർ ചെയ്യിച്ചു കേട്ടോ. റോഡ് പണി കാണാനൊക്കെ നല്ല രസമാണെങ്കിലും ഉണ്ടല്ലോ, ഈ പണിയുന്ന ആൾക്കാരുണ്ടല്ലോ സമ്മതിക്കണം കേട്ടോ. ഈ നട്ടപ്പുറ വെയിലത്ത് വെയിലിൻ്റെ ചൂടും ടാറിൻ്റെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ പാവങ്ങൾ എന്തോരം ബുദ്ധിമുട്ടുണ്ട് അല്ലേ. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചൊരന്ന് ഒരിക്കൽ ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാല്ലാ പഠിച്ചോലേ നിങ്ങള് കാത്തോളീ. എല്ലാവരും ഊണ് കഴിക്കാൻ കയറി കുറച്ച് നേരം ഊണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരുന്നപ്പോൾ നമ്മുടെ അവിടേക്ക് റോളർ കയറ്റിയിട്ടായിരുന്നു കേട്ടോ ഒതുക്കാനായിട്ട്. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഏട്ടൻ്റെ.
ഒരുവിധ തയ്യാറെടുപ്പോട് കൂടിയിട്ടല്ല കേട്ടോ ആ വീഡിയോ എടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ നന്നാക്കായിരുന്നു. ആ ഡയലോഗൊക്കെ എടുത്ത് അതുപോലെയൊക്കെ പറഞ്ഞ് ഒന്ന് സീനാക്കിയിരുന്നെങ്കിൽ ഇത്തിരിയും കൂടെ നന്നായേനെ അല്ലേ. എന്തായാലും പെട്ടെന്ന് എടുത്തതല്ലേ, അപ്പോൾ ഇത്രയ്ക്കൊക്കെ സാധിച്ചുള്ളൂ. നമ്മളുടെ അവിടെ റോളർ കയറ്റിയിട്ടപ്പോൾ പാറുക്കുട്ടിയുടെ ഒരു സംശയമായിരുന്നു കേട്ടോ, ഈ റോളർ ഇങ്ങനെ തിരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വെള്ളം വരണേന്നുള്ളത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അവിടുത്തെ ചേച്ചിമാർ കുടത്തിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്ന് ടാങ്ക് നിറയ്ക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോഴാണ് ആൾക്ക് കാര്യം മനസ്സിലായത്. ഈ റോളർ ഇങ്ങനെ തിരിയുമ്പോൾ അതിൽ ടാർ ഒട്ടി പിടിക്കാതിരിക്കാനുള്ള കാരണം ഈ വെള്ളം ഇങ്ങനെ വരുമ്പോഴാണെന്നുള്ളത് മനസ്സിലായത് ആൾക്ക് അപ്പോഴാണ് കേട്ടോ. എന്തായാലും കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതിവിടെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്തായാലും ഏട്ടനുള്ള കാരണമാണ് കേട്ടോ അത് സാധിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞ് ചെയ്യിക്കാനൊന്നും നമുക്കറിയില്ല, നമ്മളിട്ട് ചെയ്യിക്കലും ഉണ്ടാവില്ല. എന്തായാലും ഏട്ടൻ കറക്റ്റ് സമയത്ത് ആ സമയത്ത് ഇവിടെ ഉണ്ടായതുകൊണ്ട് അവരായിട്ട് സംസാരിച്ച് കാശ് ഇത്തിരി കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് ചെയ്തൊക്കെ തന്നു കേട്ടോ അവർ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. പാറപ്പൊടി ഇടുകയാണ് കേട്ടോ അവർ. റോഡ് പണിക്കാരൊക്കെ പോയി. അപ്പോൾ നമ്മളുടെ റോട്ടിലൊക്കെ ഇങ്ങനെ പാറപ്പൊടി തൂളി ഇടുകയാണ് അവർ. പാറപ്പൊടി തൂളിയിട്ട് പോയതിൻ്റെ പുറകെ ഏട്ടൻ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ആവാത്തോടത്തൊക്കെ പാറപ്പൊടി നമ്മുടെ അവിടെ കൊണ്ടുവന്നിട്ട് അടിപൊളിയാക്കി കേട്ടോ. അപ്പോഴാണ് കുഞ്ഞ് 2 മീനെ മേടിച്ചു കൊണ്ട് വന്നത്. നമ്മുടെ ടാങ്കിലുണ്ടായിരുന്ന മീൻ ചത്തുപോയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് 2 മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ടാങ്കിലേക്ക് ഇടുകയാണ്. പെട്ടെന്ന് തന്നെ മേടിച്ച് കൊണ്ടുവന്ന കാരണം ടാങ്കൊന്നും ക്ലീൻ ചെയ്യാനൊന്നും നേരം കിട്ടിയില്ല. എന്നാലും നമ്മൾ ആ പഴയ വെള്ളത്തിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ബായ്.